നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അടുപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. സാധാരണയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ട് നിൽക്കും, അത് കഴിഞ്ഞാൽ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നതുകൊണ്ടാണോ എന്നറിയില്ല, പോവാൻ സമയത്ത് ഭയങ്കര മടിയായിരുന്നു. തലേ ദിവസം തൊട്ടേ ഭയങ്കര ഒരു വിഷമമായിരുന്നു പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. എനിക്ക് മാത്രമല്ല, അച്ഛനായാലും അമ്മയ്ക്കായാലും ഒക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു തലേ ദിവസം ഫുഡ് കഴിച്ചപ്പോഴൊക്കെ, നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അനിയത്തിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പോവാൻ സമയത്ത് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പോവാണെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ അതന്നെ പറഞ്ഞു, ഇനി എന്നാ വരിക, ഇനിയിപ്പോൾ പോയാൽ ആരും ഉണ്ടാവില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും തന്നെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാനുള്ളതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ നടന്ന് അങ്ങാടിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പരിചയമുള്ള ഒരു ഏട്ടൻ്റെ ഓട്ടോ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്തേ ഇപ്പോൾ ഇത്തവണ പറ്റി, സാധാരണ എത്ര ദിവസമൊന്നും നിൽക്കാത്തതാണല്ലോ, കുറച്ച് കൂടുതൽ സമയം ലീവ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എനിക്കൊരു മടിയുണ്ട്, അങ്ങനെ പോവാനേ ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ട്. പിന്നെ ഞാൻ അമ്മേനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുമ്പ് എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഷിക്കീൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ വാങ്ങാറുള്ളത്. അവർ തന്നെയാണ് എല്ലാം എനിക്ക് ഓർഡർ ചെയ്ത് വരുത്താറുള്ളതും ഒക്കെ. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അതൊക്കെ വാങ്ങി ഞാൻ ATMൽ പോയി ക്യാഷൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു. ഇനി വേണം അമ്മേൻ്റെ അടുത്ത് പോവാനായിട്ട്. അമ്മ കാത്തിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോരുകയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മ ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറേ കാലത്തിന് ശേഷം പോവല്ലേ, അപ്പം ഞാൻ ഗിരിയേട്ടനൊരു കിറ്റ്കാറ്റ് വാങ്ങാമെന്ന് കരുതിയിട്ട് അതെടുക്കാൻ വേണ്ടി അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗിരിയേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കിറ്റ്കാറ്റാണ്. അപ്പോൾ അതും കൊണ്ട് പോവാമെന്നൊക്കെ കരുതി ഇങ്ങനെ വാങ്ങി ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇറങ്ങാൻ നിന്ന സമയത്ത് അമ്മയ്ക്ക് വീണ്ടും തിരക്ക് വരികയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല, വേഗം പോന്നു. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഷോപ്പിലാണ്, പാരീസ് ബേക്കറിയിൽ ക്യാരറ്റ് കേക്കും അതുപോലെ തന്നെ ബീട്രൂട്ട് കേക്കും. അത് രണ്ടും ഞാൻ കുറേ കഴിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ ആനക്കയത്തേക്ക് പോന്നു. ആനക്കയത്ത് ഗിരിയേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഗിരിയേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തി. അതിന് ശേഷം മീനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.